ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. ഞാൻ ഷഫിൾഡ് കാർഡ്സാണ്. ഞാൻ ഇതിൽ നിന്ന് ആദ്യത്തെ കുറേ കാർഡ്സ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ ഞാൻ എടുക്കും. ഓക്കെ. 7 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്, 6 ഓഫ് സ്വാർഡ്സ്, ഒരു യാത്ര കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് ഒരു ജോലി സംബന്ധമായിട്ടാണ് കാണുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് സ്വാർഡ്സ്, 10 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ടവർ. ഓക്കെ, ക്വിക്കായിട്ട് പറയാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. നിങ്ങളുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ് അവർ. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി അവരുടെ ഫാമിലി ആയിരിക്കാനാണ് സാധ്യത. ഈ ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മൂവ് അവേ ചെയ്ത് ഇവർ പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് പല റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. ക്ലൗഡി മൈൻഡഡ് ആണ്. എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ടും ഒരു ടാരോ റീഡിങ്ങിനൊക്കെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അതേപോലെ ഇവരുടെ ഫാമിലി ഇൻ്റർഫിയറൻസ്, എസ്പെഷ്യലി മദറിൻ്റെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു ലേഡി പ്രസൻസ് അവരുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇവരാണ്, ഈ പറഞ്ഞ ലേഡിയാണ് ഇവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ. കാരണം ഇവർ ഡിപ്പെൻഡൻ്റ് ആണ് ഈ പറഞ്ഞ ലേഡിയെ ഫൈനാൻസസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവർക്ക് ആ സിറ്റുവേഷനൊന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ അവരുടെ ഫാമിലിയുടെ പാർട്ടായിട്ട് തന്നെയാണ് ഇവർ മനസ്സിൽ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാമിലി കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് കാണുന്നു. ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് മൂലം ഒരു ടവർ സിറ്റുവേഷനിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻസസ് തന്നെയാണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് ഇവരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെപ്പറ്റി തുടർച്ചയായിട്ട് ഇവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഒക്കെ ഇവർ വളരെ തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഇവർ വളരെ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു.